നമ്മുടെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ കണ്ടെത്തിയ ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് പറയാവുന്ന, നമ്മുടെ ചിന്തകളെ മിമിക് ചെയ്യുന്ന, വളരെയധികം വേഗത്തിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകം മുഴുവൻ വ്യാപിച്ച് ഒരുപാട് കമ്പനികൾ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും പ്രാകൃതമായ യുദ്ധമുറകളിലൂടെ സ്വന്തം വംശത്തിലെ മറ്റാളുകളെ കൊല്ലാൻ വേണ്ടി ഇതേ ടെക്നോളജി ഉപയോഗിക്കുന്ന ലെവലിലേക്ക് ലോകത്തിലെ പല സംഭവങ്ങളും മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉണ്ട് എന്ന് പറയുന്ന അമേരിക്ക ഈ AI റേസിന് മുൻപതിൽ നിൽക്കുമ്പോഴും അവർ അവരുടെ രാജ്യത്തിലുള്ള പല AI കമ്പനികളെയും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിഷയം മുന്നിലുണ്ട്. ഈ പ്രശ്നത്തെ നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് AI കമ്പനികളിൽ ഒരു പ്രധാനപ്പെട്ട AI കമ്പനി ഈ അടുത്ത കാലത്ത് അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ടൊരു പോരാട്ടത്തിലാണ്. അവർ ട്രംപ് അഡ്മിനിസ്ട്രേറ്റീവിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അവരുമായിട്ട് ഗവൺമെൻറ്റിനുണ്ടായിരുന്ന ഉത്തരവ് റദ്ദാക്കപ്പെടുകയും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ പോലും വളരെ തെറ്റായ രീതിയിലുള്ള അനാലിസിസിലൂടെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ആക്രമിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്തതിന് ശേഷം വൻതോതിലുള്ള പ്രോബ്ലം, അതായത് പലപ്പോഴും ഇറർ കാണിക്കുക, ചൈനയിൽ നിന്നും മറ്റും ഹാക്കിംഗ് ശ്രമം ഉണ്ടാവുക തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ലോകത്ത് പലതരത്തിലുള്ള AI ചാറ്റ് ബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയുടെ കമ്പ്യൂട്ടേഷണൽ പവറുള്ള കമ്പനികളും ഉണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനി ലോകത്തിന് AIയുടെ കയ്യിലേക്ക് കൊടുക്കാതെ വളരെ സുരക്ഷിതമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് ആദ്യം മുതലേ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും വൻതോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ആമസോണിൽ നിന്നും സ്വന്തമായിട്ട് ജെമിനി എന്ന AI പ്ലാറ്റ്ഫോമുള്ള ഗൂഗിളിൽ നിന്നും വരെ വൻതോതിലുള്ള നിക്ഷേപം നേടുകയും AI റേസിൽ പബ്ലിക്കിൽ അത്രയധികം ചർച്ച ചെയ്യപ്പെടാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലൊരു വൻ കമ്പനിയായി മാറുകയും ചെയ്തു. അവരാണ് 2026 ഫെബ്രുവരി മാസം ആകുമ്പോൾ പലതരത്തിലുള്ള അറ്റാക്കുകളും ബ്ലാക്ക് ലിസ്റ്റിങ്ങും ഒക്കെ നേരിട്ട് അതിജീവനത്തിനായി പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു AI മത്സരത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഓപ്പൺ AIയും അവരുടെ ChatGPTയുമാണ്. പിന്നെയുള്ളത് ഗൂഗിളും അവരുടെ ജെമിനിയുമാണ്. ഇവരാണ് എപ്പോഴും വാർത്തകളിൽ നിറയുന്നതും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുകയും ചെയ്യുന്ന. പക്ഷേ ഈ വമ്പന്മാരെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കാത്ത വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പേരുണ്ട്. ഒരു മനുഷ്യൻ്റെ പേര് പോലെ തോന്നുന്ന ആന്ത്രോപിക്. സാധാരണ ഒരു ടെക് സ്റ്റാർട്ടപ്പ് പോലെ അല്ല ഇവർ ആരംഭിച്ചത്. വെറും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് ആളുകൾക്ക് കൊടുത്ത് അവരിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഫേമസ് ആവുകയായിരുന്നില്ല ലക്ഷ്യം. പകരം പേടിപ്പിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനി വളർന്നു വരുന്നത്. അതായത്, ഈ നമ്മൾ ഉണ്ടാക്കുന്ന മെഷീനുകൾ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരായാൽ പിന്നെന്തുണ്ടാവും? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇത്രയും ബുദ്ധിയുള്ളൊരു സാധനം നമ്മുടെ വാല്യൂസിനെയും മര്യാദയും ഒക്കെ ആശ്രയിച്ച്, എത്തിക്സിനെയൊക്കെ ആശ്രയിച്ചാണോ മുന്നോട്ട് പോകുന്നതെന്ന് എങ്ങനെ ഉറപ്പുവരുത്തും? ആന്ത്രോപിക്കിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഈ 2020 കാലഘട്ടത്തിൽ ChatGPTയുടെ മാതൃ കമ്പനിയായിട്ടുള്ള ഓപ്പൺ AIയുടെ അകത്ത് നടന്ന ചില കാര്യങ്ങൾ പറയണം. 2020 സമയത്ത് നമുക്ക് ChatGPTയെ പറ്റി അറിയില്ല. പക്ഷേ പുറം ലോകത്തിന് അറിയുന്നതിന് മുമ്പ് തന്നെ അവർ വലിയ കമ്പനിയായിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഓപ്പൺ AI GPT-2, GPT-3 പോലെയുള്ള പവർഫുൾ സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. മെഷീനുകൾക്ക് മനുഷ്യനെ പോലെ സംസാരിക്കാൻ പറ്റുമെന്ന് അവർ വ്യക്തമായിട്ട് തെളിയിക്കുന്ന ഒരു പ്രൈം ടൈം. പക്ഷേ ആ വിജയത്തോടു കൂടി വല്ലാത്തൊരു ആശങ്കയും അതിനകത്തുള്ളവർക്കുണ്ടായിരുന്നു. അതായത്, നമ്മളെപ്പോലെ ചിന്തിക്കുന്ന എന്നാൽ നമ്മളെക്കാൾ പവർഫുള്ളായ ഒരു സാധനം ഇത്രയും സ്പീഡിൽ ലോകത്തിലേക്ക് തുറന്നു വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ലോകം റെഡിയാണോ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇവിടെ ഓപ്പൺ AIയുടെ ടീമിനകത്ത് 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 2 ഗ്രൂപ്പിനും 2 അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഒരു വിഭാഗം പറഞ്ഞത് നമുക്ക് സ്പീഡിന് അങ്ങ് മുന്നോട്ട് പോകാം. അതായത് ആദ്യം സാധനം ഉണ്ടാക്കുക, പുറത്തേക്ക് വിടുക, ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങൾ മനസ്സിലാവും, അത് പരിഹരിക്കുക. ഇതിനെയാണ് ഇറ്ററേറ്റ് ഇൻ പബ്ലിക് എന്ന് പറയുന്നത്. പരീക്ഷണങ്ങളിലൂടെ അത് തെറ്റ് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ മറ്റൊരു ടീമിന് ഇതിനോട് യോജിക്കാൻ പറ്റിയില്ല. കാരണം അവർ പറഞ്ഞത് AI എല്ലാ സംവിധാനങ്ങൾ പോലെയല്ല. അത് വളർന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തത്രയും പവർഫുള്ളായിട്ട് വളർന്നു മാറും. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൺട്രോൾ ഇല്ലാതെ പോയാൽ ഭയങ്കര പ്രോബ്ലമാണ്. സമൂഹത്തിന് താങ്ങാൻ പറ്റാത്ത റിസ്ക്കുകൾ എടുക്കരുത് എന്നതായിരുന്നു രണ്ടാമത്തെ ആളുകളുടെ ലൈൻ. അങ്ങനെ ഈ ഒരു ചിന്താഗതിയുടെ മുൻപിൽ നിന്നത് അന്നത്തെ ഓപ്പൺ AIയുടെ റിസർച്ച് ഹെഡായിരുന്ന ഡാരിയോ അമോഡി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഡാനിയലയും കൂടെ ഉണ്ടായിരുന്നു. സോ GPT മോഡലുകൾ ഉണ്ടാക്കുന്നതിൽ ഇവർക്ക് രണ്ടുപേർക്കും വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള പേടി ഇങ്ങനെ വളർന്നു വരാൻ തുടങ്ങി. ഇതിനിടയിലാണ് ChatGPTയിലേക്ക് മൈക്രോസോഫ്റ്റ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓപ്പൺ AIയുടെ പോക്കെന്ന് പറയുന്നത് ഒരു ബിസിനസ് തന്ത്രമാണെന്നും
പണം മാക്സിമം കിട്ടുക, പ്രോഡക്റ്റ് വേഗത്തിൽ ഇറക്കുക, സേഫ്റ്റിയൊക്കെ പിന്നെ നോക്കാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നു എന്ന് പല ആളുകൾക്കും പേടിയുണ്ടായി. അങ്ങനെയാണ് 2021 ഡാരിയോയും ഡാരിയേലയും അവിടുത്തെ മെയിൻ റിസർച്ചർമാരും കൂടി ഒരു ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെ അവർ ഓപ്പൺ എയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേരായിരുന്നു ആന്ത്രോപിക്. അന്ന് വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന AI കമ്പനികളെക്കാൾ ഡിഫറൻ്റ് ആയിട്ട് അവർ ഇതിനെ ഒരു AI അലൈൻമെൻറ്റ്, അതായത് AIയെ എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന ശ്രദ്ധയിലൂടെ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു. ആന്ത്രോപിക് ഒരു പബ്ലിക് ബെനിഫിറ്റ് കോർപ്പറേഷൻ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലാഭമുണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിന് ഗുണമുണ്ടാക്കുന്ന രീതിയിലായിരിക്കും കമ്പനിയുടെ പ്രവർത്തനമുണ്ടാവുക. അതായിരിക്കും അവരുടെ ഉത്തരവാദിത്വം. അപ്പോൾ പവർഫുൾ AI മാത്രമല്ല, മര്യാദയുള്ള AI എന്നതാണ് സിമ്പിൾ മിഷൻ. അപ്പോൾ എന്താണ് ഈ അലൈൻമെൻറ്റ് എന്ന് നിങ്ങൾക്കറിയാമോ? അതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന സകലമാന പുസ്തകങ്ങളും വെബ്സൈറ്റുകളും ഒക്കെ വെച്ചാണ് സത്യത്തിൽ AI ചാറ്റ് ബോട്ടുകൾ ട്രെയിൻ ചെയ്യിച്ചിരിക്കുന്നത്. അതായത് വലിയ ഡാറ്റ ഉള്ള ഒരു ശേഖരം നമ്മുടെ ഇൻ്റർനെറ്റ് ആർക്കൈവ്സിൽ കിടപ്പുണ്ട്. വെബ്സൈറ്റുകളുണ്ട്, ബുക്കുകളുണ്ട്, റിസർച്ച് പേപ്പേഴ്സുണ്ട്, യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. എന്നിട്ട് ഇവയിൽ നിന്ന് ഇംഗ്ലീഷിൻ്റെ, പ്രധാനമായിട്ടും ആദ്യം ഇംഗ്ലീഷായിരുന്നു, ഇംഗ്ലീഷ് ഭാഷയുടെ രീതികൾ ഇത് പഠിച്ചെടുക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഭൂമി കറങ്ങുന്നത് എന്ന് നമ്മളൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് പറഞ്ഞു തുടങ്ങിയാൽ AIയുടെ ഒരു സിസ്റ്റം ഉടനെ സൂര്യന് ചുറ്റുമാണ് എന്ന് പറഞ്ഞ് ആ സെൻറ്റൻസിനെ ഭൂമി കറങ്ങുന്നത് സൂര്യന് ചുറ്റുമാണ് എന്നുള്ള രീതിയിൽ പൂരിപ്പിക്കും. ഇതുപോലെയുള്ള പാറ്റേണുകൾ കണ്ടുപിടിക്കാനാണ് AI സത്യത്തെ ആദ്യം പഠിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇതിന് ലേഖനങ്ങൾ എഴുതാനും കോഡ് ചെയ്യാനും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ നമ്മളെക്കാൾ ബെറ്ററായിട്ട് പറയാനും പറ്റുന്ന. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇത് ലോകത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, കുറച്ചുകൂടെ കൂടുതൽ പറഞ്ഞാൽ ഇത് ലോകത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് മനുഷ്യരെ പോലെയുള്ള അറിവ് വെച്ചല്ല, പകരം മനുഷ്യർ എഴുതി വിട്ടിരിക്കുന്ന പല ഡാറ്റകളുടെ അളവ് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ AI വിചാരിക്കുന്നത് അതിന് വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട്, അതിന് കൃത്യമായ ഡാറ്റ തരാൻ പറ്റും, എല്ലാ ഡാറ്റയും അതിൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അത് കാര്യങ്ങൾ വിളിച്ചു പറയും. പക്ഷേ അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തെറ്റായിട്ടിരുന്നാലും കോൺഫിഡൻ്റ് ആയിട്ട് മണ്ടത്തരം വിളിച്ചു പറയുന്നതിനെയാണ് ഇവിടെ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇൻ്റർനെറ്റിൽ എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഏകദേശം അത്രത്തോളം എത്തുന്ന ചീത്ത കാര്യങ്ങളും പക്ഷപാതങ്ങളും തെറ്റായിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അവിടെ ഒരു ചലഞ്ച് വരുന്നുണ്ട്. ഒരു പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുമോ എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? അങ്ങനെ അവർ കൊണ്ടുവന്നൊരു മെത്തേഡ്, അതായത് പൊതുവേ AI ചാറ്റ് ബോട്ടുകൾ കൊണ്ടുവരുന്നൊരു മെത്തേഡാണ് ഹ്യൂമൻ ഫീഡ്ബാക്ക്. ചാറ്റ് GPTയിൽ നമ്മളിപ്പോഴും റിസൾട്ട് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവർ തരുന്ന റിസൾട്ടിൽ ആ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള ലൈക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. മിക്ക കമ്പനികളും മനുഷ്യനെ കൊണ്ട് തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് നോക്കിയാണ് ശരിയാക്കിയെടുക്കുക. RLHF എന്നാണ് ഇതിനെ സാധാരണ പറയുന്നത്. അതായത് കുറേ ആൾക്കാരിരുന്ന് AI തരുന്ന ഉത്തരങ്ങൾ നോക്കി ഇത് ശരിയാണ്, കൊള്ളാം, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, മോശമാണ് എന്ന് മാർക്ക് ചെയ്യും. അതനുസരിച്ച് AI സ്വയം ഇവോൾവ് ചെയ്യും. ഈ ഒരു മെത്തേഡ് നല്ലതാണെങ്കിലും ചില പരിമിതികൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഇത് ശരിയോ തെറ്റോ എന്ന് പറയുന്ന മനുഷ്യർക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഈ നോക്കുന്ന ആളുകൾക്ക് പല ബയാസ്ഡ് ആയിട്ടുള്ള സ്വഭാവവും ഉണ്ടാവും. മാത്രമല്ല, ഒരു വ്യക്തി തന്നെ കുറേ നേരം ഇത് ചെയ്യുമ്പോൾ അവർക്ക് മടുപ്പ് വരികയും അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രോബ്ലം ഉണ്ടാവുകയും ചെയ്യും. സോ ഈ ഒരു പ്രശ്നം പൊതുവേ എല്ലാ ചാറ്റ് ബോട്ടുകൾക്കും ഉള്ളപ്പോഴാണ് ആന്ത്രോപിക് മറ്റൊരു വഴി കൊണ്ടുവന്നത്. അതിൻ്റെ പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ AI. അതായത് മെഷീനുകൾക്കുള്ള ഒരു ഭരണഘടന, ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ആന്ത്രോപിക്കിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ AIയെ പറയുന്നത്. സോ വെറുതെ മനുഷ്യനെ വെച്ച് റിപ്ലൈ നോക്കി മാർക്കിടുന്നതിന് പകരം AIക്ക് വേണ്ടി കൃത്യമായൊരു നിയമപുസ്തകം അല്ലെങ്കിൽ ഒരു ഭരണഘടന ആന്ത്രോപിക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. അതിലൂടെ സത്യസന്ധത കാണിക്കുക, ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക, സംശയമുണ്ടെങ്കിൽ അത് തുറന്നു പറയുക, അല്ലാതെ കള്ളത്തരം കാണിക്കാതിരിക്കുക, ബയസ്ഡ് ആവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക, അങ്ങനെയുള്ള നിയമങ്ങളാണ് അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്തത്. സോ ഇത് ചേർക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് സമയത്ത് AI ഉത്തരം പറയുമ്പോൾ മറ്റൊരു AI വന്നിട്ട് ആദ്യത്തെ റിസൾട്ടിന് ഒരു ഫിൽറ്ററിങ് നടത്തും. എന്നിട്ട് സിസ്റ്റം തന്നെ സ്വയം തെറ്റ് കണ്ടുപിടിച്ച് അതിനെ തിരുത്തും. അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ AI വെറും ഒരു ആൻസർ മെഷീൻ ആകാതെ അതിന് ചില വാല്യൂസ് പഠിപ്പിക്കാനാണ് ആന്ത്രോപിക് ശ്രമിച്ചത്. ഇതൊരു പൊളിറ്റിക്കൽ ഫിലോസഫി പോലെ തോന്നും, പക്ഷേ മെഷീൻ വെറും ശരിയുത്തരം മാത്രമല്ല ഇവിടെ നോക്കുന്നത്, അത് ചില മോറലായിട്ടുള്ള നിയമങ്ങൾ കൂടെ പാലിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്ത ഒരു AI ചാറ്റ് ബോട്ടാണ് ആന്ത്രോപിക്കിൻ്റെ ക്ലോഡ്. ക്ലോഡ് വെറും ഒരു പ്രഡിക്ഷൻ മെഷീനല്ല, കമ്പനി ഉണ്ടാക്കിയ റൂൾസിൻ്റെ ഉള്ളിൽ നിന്ന് പെരുമാറാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ്. ക്ലോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട പവർ എന്ന് പറയുന്നത് അതിന് ലോങ് കോണ്ടെക്സ്റ്റ് വിൻഡോ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ചാറ്റ് GPTയിലോ ജെമിനിയിലോ ഒക്കെ തന്നെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം വരുമ്പോൾ നമ്മൾ അതിൽ ടോക്കൺസ് ആണ് കാണുന്നത്. അതായത് ഓരോ അക്ഷരത്തെയോ ഓരോ വേർഡിനെയോ ഒക്കെ അവർ ടോക്കൺസ് ആയിട്ട് പരിഗണിക്കാറുണ്ട്. പ്രധാനമായിട്ടും അക്ഷരവും ഈ പറയുന്ന സിമ്പിൾസും ഒക്കെയാണ് ഒരു ടോക്കണായിട്ട് എടുക്കുക.
അതായത് ഒരു സമയം നമുക്ക് എത്ര കാര്യം അതിനോട് ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ ലോഡ് ചെയ്യാം, അതിൽ എത്ര കാര്യങ്ങൾ അത് ഓർത്തിരുന്നിട്ട് നമുക്ക് റിസൾട്ട് തരും. സോ പഴയ മോഡലുകൾക്ക് കുറേ കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചാറ്റ് ജി പി ടിയുടെ ആദ്യ കാലത്ത് കുറേ ചാറ്റ് ചെയ്യുമ്പോൾ അവർ ലിമിറ്റേഷൻ കാണിക്കും. ഇപ്പോഴും ഫ്രീ വെർഷനിൽ കാണിക്കാറുണ്ട്. പക്ഷേ നമുക്ക് 1000 പേജുള്ളൊരു പുസ്തകം, അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു എസ്സേ, അല്ലെങ്കിൽ ഒരുപാട് പേജുള്ള ഒരു കാര്യത്തെ നമുക്ക് അനലൈസ് ചെയ്യണം. പക്ഷേ നമുക്ക് ഒറ്റയടിക്ക് ഇത് കിട്ടില്ല. കാര്യം അത്രയും ടോക്കൺ അതിന് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഒരുപാട് ടോക്കൺ സപ്പോർട്ട് ചെയ്ത യുദ്ധമേഖലയിൽ വരെ അതിനെ ഉപയോഗിക്കാൻ കഴിയുമെന്നൊരു പ്രത്യേകതയുണ്ട്. അവിടെയാണ് ആന്ത്രോപ്പിക്കിൽ വലിയൊരു മാറ്റമുള്ളത്. അതായത് ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് വാക്കുകളെ ക്ലോഡിന് വായിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ആന്ത്രോപ്പിക് അതിനെ വളർത്തിയെടുത്തു. അങ്ങനെ വരുമ്പോൾ മിലിറ്ററി സെൻസിറ്റീവ് ഡാറ്റയും കോമ്പാറ്റ് ഇൻഫർമേഷനും ശത്രുരാജ്യത്തിൻ്റെ വലിയ മിലിറ്ററി ബേസുകളെക്കുറിച്ചുള്ള ഡാറ്റയും പ്രോസസ്സ് ചെയ്യാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. പക്ഷേ അതിനു മുൻപ് ക്ലോഡിന് ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വക്കീലന്മാർ അവരുടെ വലിയ ഫയലുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. സയൻറ്റിസ്റ്റുകൾക്ക് വലിയ റിസർച്ച് പേപ്പറുകൾ നോക്കാൻ എളുപ്പമായി. പ്രോഗ്രാമർമാർക്ക് ഭയങ്കര വലിയ കോഡുകൾ ഒറ്റയടിക്ക് അനലൈസ് ചെയ്യാൻ പറ്റി. അതായത് 2000-3000 പേജുള്ള ഒരു വലിയ പുസ്തകത്തിൻ്റെ 10ാമത്തെ പേജും 1999 പേജും തമ്മിൽ ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്ത് കമ്പയർ ചെയ്യാൻ ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡിന് കഴിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ ഇത് ഉത്തരം പറഞ്ഞു തരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഈ കഴിവ് കണ്ടിട്ടാണ് ലോകത്തിലെ നമ്പർ 1 കമ്പനികൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറയാം. ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അവരുടെ ഫുൾ പ്രോസസ്സിംഗ് പവറും അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഈ മേഖലയിൽ പിടിച്ചിരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ആമസോണും ഗൂഗിളും ക്ലോഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ആമസോൺ ഏകദേശം $4 ബില്യൺ കൊടുത്തത്. ഗൂഗിളും കുറച്ചില്ല. ആദ്യമായിട്ട് ചിന്തിച്ചാൽ ഇത് വിചിത്രമായിട്ട് തോന്നും. അതായത് ഞാനൊരു കമ്പനി ഉണ്ടാക്കുന്നു, എൻ്റെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ ഒരു എതിരാളിയായിട്ട് നിൽക്കുന്ന ഒരാൾ മറ്റൊരു കമ്പനി ഉണ്ടാക്കുന്നു. 2 കമ്പനിയുടെയും പർപ്പസ് ഒരുപോലെയാണ്. പക്ഷേ അവരുടെ വളർച്ച കണ്ടിട്ട് എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ അവരുടെ കമ്പനിയിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ പണം കൊടുക്കുന്നത്? AI ലോകം വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആരുടെ രീതിയാണ് അവസാനം വിജയിക്കുക എന്ന് ഒറ്റയടിക്ക് ആർക്കും പറയാൻ പറ്റില്ല. ആന്ത്രോപ്പിക്കിൻ്റെ മോഡൽ സേഫ്റ്റി മോഡലാണ്. അത് നാളെ ഹിറ്റായി കഴിഞ്ഞാൽ തങ്ങൾ ഒരുപക്ഷെ തങ്ങളുടെ AIയിൽ പുറത്തായി പോവാം. പക്ഷേ എങ്കിലും പണം മുടക്കുമ്പോൾ അവരുടെ കൂടി വീണ്ടും വളരാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡ് വലിയ പണി കിട്ടാൻ സാധ്യതയില്ല, അത് ഭയങ്കര സേഫാണ്, ഓപ്പൺ AIയുടെ ചാറ്റ് ജി പി ടിക്കോ ഗൂഗിളിൻ്റെ ജെമിനിക്കോ വരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ അവർക്കും പണി കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇഫക്റ്റീവ് ആൾട്രൂയിസം എന്ന് പറയുന്ന ഒരു പ്രശ്നം. അതായത് AIയുടെ ഉള്ളിലേക്ക് ചില നിയമങ്ങൾ വയ്ക്കുന്നത് ഐഡിയോളജികൾ കുത്തിനിറയ്ക്കാൻ കാരണമാകുമോ, ആളുകളെ ചേഞ്ച് ചെയ്യാൻ കാരണമാകുമോ എന്നൊരു പ്രശ്നമുണ്ട്. വലിയൊരു പ്രശ്നം ക്ലോഡിന് സംഭവിച്ചത് FTX എന്ന് പറയുന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പൊളിഞ്ഞൊരു സംഭവമാണ്. സാം ബാങ്ക്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആന്ത്രോപ്പിൽ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ആയിരുന്നു ഈ FTXൻ്റെ മുതലാളി. അപ്പോൾ FTX പൊളിഞ്ഞപ്പോൾ ആന്ത്രോപ്പിക്ക് പൂട്ടുമോ എന്ന് എല്ലാവരും പേടിച്ചു. പക്ഷേ ആന്ത്രോപ്പിക്കിൻ്റെ ഷെയർ വിറ്റാണ് അയാൾ കടം വീട്ടിയത്. ക്ലോഡിനെതിരെ വന്ന മറ്റൊരു പരാതിയായിരുന്നു അതിൻ്റെ ഉപദേശം കൂടുതലാണ് എന്നുള്ളത്. ചില കാര്യങ്ങൾ ചോദിച്ചാൽ ക്ലോഡ് ഉടനെ വന്ന് മോറൽ പോലീസ് ആകുമെന്ന് പലരും പറയാൻ തുടങ്ങി. അങ്ങനെ ലബോട്ടമി തിയറി എന്ന് പറയുന്ന രീതിയിൽ കളിയാക്കി വിളിക്കാനും അവർക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് ചുമ്മാ ഉപദേശിക്കാൻ നടക്കുന്നു എന്ന് പലരും പറയാൻ തുടങ്ങി. അങ്ങനെ ക്ലോഡ് അപ്ഡേറ്റ് കൊണ്ടുവന്ന് ഇതൊക്കെ പരിഹരിച്ചു. ഇനിയാണ് ഈ വീഡിയോയിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. AI കൂടുതൽ പവർഫുൾ ആകുമ്പോൾ ഗവൺമെൻറ്റുകൾ അതിൽ കണ്ണുവയ്ക്കാൻ തുടങ്ങും. യുദ്ധത്തിൻ്റെ കാര്യത്തിലും സൈബർ സെക്യൂരിറ്റിയിലും ഒക്കെ തന്നെ രാജ്യങ്ങളുടെ ഗവൺമെൻറ്റുകൾ വൻതോതിൽ AI ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മോറൽ ഇഷ്യൂ ഉണ്ട്. അതായത് നല്ല കാര്യങ്ങൾക്കും ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു ടൂളിനെ മറ്റൊരു രാജ്യത്തെ ആളുകളെ ആക്രമിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ? നല്ല കമ്പനികൾ ഇതിൽ നിന്ന് മാറി നിന്നാൽ മോശം ആൾക്കാരുടെ കയ്യിലേക്ക് ഇത് പോകും എന്നൊരു പ്രശ്നമുണ്ട്. അത്തരത്തിലുള്ളൊരു വിഷയത്തിലാണ് ആന്ത്രോപ്പിക്ക് വളരെ കരുതലോടെ ഈ മേഖലയിലേക്ക് വന്നത്. അതായത് ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 തരം AI കമ്പനികളാണുള്ളത്. 1 വേഗത്തിൽ പുറത്തിറങ്ങി പരീക്ഷിക്കും, 2 എല്ലാവർക്കും തുറന്നു കൊടുക്കും, 3 കുറച്ച് നിയന്ത്രണങ്ങളോടെ മാത്രം മുന്നോട്ട് പോകും. ആന്ത്രോപ്പിക്ക് നിയന്ത്രണത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചൈനയും യൂറോപ്പും അവരുടേതായ രീതിയിൽ മുന്നേറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ യുദ്ധത്തിൻ്റെ മേഖലയിലേക്ക് AI ശക്തമായിട്ടൊരു ആയുധമായിട്ട് കടന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുണ്ടായൊരു സംഭവമാണ് അമേരിക്കയും ആന്ത്രോപ്പിക്കും തമ്മിലുള്ള ഒരു കരാർ. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പെൻഡഗൺ പ്രതിരോധ മന്ത്രാലയം തമ്മിലുള്ള ഒരു വിഷയമാണിത്. അതായത് അമേരിക്കയ്ക്ക് ഡാറ്റകൾ വളരെയധികം പ്രോസസ്സ് ചെയ്യാനും അവരുടെ മാവേൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ സാറ്റലൈറ്റുകളുടെ ഇമേജും മറ്റ് ഡാറ്റകളൊക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ട് AI ആവശ്യമായിട്ടുണ്ട്. സോ വലിയ തോതിലുള്ള ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് ആളുകളെക്കാൾ നല്ലത് AI ആണ് എന്ന് അറിഞ്ഞതുകൊണ്ട് അമേരിക്കയുടെ പെൻഡഗൺ ഡിഫൻസ് സിസ്റ്റം വളരെയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ചില കമ്പനികളാണ് ആന്ത്രോപ്പിക്, ഓപ്പൺ AI, ഗ്രോക്ക്, ഗൂഗിൾ തുടങ്ങിയവ. പക്ഷേ ഈ അടുത്ത് ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടികളുടെ സ്കൂളിൽ ബോംബ് വീണതും പലതരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള അറ്റാക്കിംഗ് മെത്തേഡും ഒക്കെ തന്നെ പല AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ ചെയ്തതാണെന്നും
സിമുലേഷനുകളിലൂടെ കോമ്പാറ്റിംഗ് മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മനുഷ്യനെ തന്നെ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലും വലിയ തോതിലുള്ള വിവാദങ്ങളുണ്ടായി. അങ്ങനെ അതൊക്കെ കൂടിച്ചേർന്ന് നോക്കുന്ന സമയത്താണ് ഈ ക്ലോഡ് ഒരു വളരെ വലിയ വെല്ലുവിളി അമേരിക്കൻ ഗവൺമെൻറ്റിന് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലോഡിന് ബാക്കിയുള്ള കമ്പനികളെ അപേക്ഷിച്ച് ഞാൻ ഈ പറഞ്ഞ സേഫ്റ്റി ഫീച്ചർ ഉണ്ടല്ലോ, ആ സേഫ്റ്റി ഫീച്ചർ ഡിഫൻസിൻ്റെ മേഖലയിൽ നിന്ന് എടുത്ത് മാറ്റി തരണമെന്ന് പെൻറ്റഗൺ ആവശ്യപ്പെട്ടു. മാത്രമല്ല അമേരിക്കയിലെ സ്വന്തം ആളുകളെ സർവൈലൻസിലൂടെ കൊണ്ടുവന്ന് അവരെ നിരീക്ഷിക്കുന്നതിനും തീവ്രവാദം മുതലായവ ഇല്ലാതാക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രൈവസിയിൽ കടന്നു കയറുന്നതിനുമുള്ള ശ്രമം ഇത്തരത്തിൽ അമേരിക്കൻ ഗവൺമെൻറ് AI സഹായത്തോടു കൂടി നടത്തുന്നുണ്ട് എന്നൊരു ആരോപണം കടന്നു വന്നപ്പോഴാണ് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആന്ത്രോപ്പിക് ഗവൺമെൻറ്റുമായിട്ട് ഉടക്കുന്നതും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ അവർ ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഗാസയിലുള്ള വാറായാലും റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നതായാലും അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കുന്നതായാലും ഒക്കെ തന്നെ ഇവിടെയൊക്കെ വൻതോതിൽ AI സഹായമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതായത് ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡ് തങ്ങളുടെ സേഫ്റ്റി ഫീച്ചർ എടുത്ത് മാറ്റില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റുമായിട്ട് അടിയുണ്ടാക്കി അവിടെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ആ ഗ്യാപ്പിലേക്ക് OpenAIയും ഗ്രോക്കും വന്ന് കയറി കരാറുകൾ ഒപ്പിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ChatGPTയിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, പ്രത്യേകിച്ച് അമേരിക്കൻ പൗരന്മാർ കൊടുക്കുന്ന ഡാറ്റ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റൽ സർവൈലൻസിന് വേണ്ടി OpenAI അമേരിക്കൻ ഗവൺമെൻറ്റിന് കൊടുക്കുമോ എന്നുള്ള പേടി ഉള്ളതുകൊണ്ട് ഏകദേശം 295% അൺലിസ്റ്റിംഗ് സംഭവിക്കുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അതായത് വളരെയധികം സംഭവങ്ങൾ നമ്മളറിയാതെ ഈ യുദ്ധത്തിന് മാത്രം കേൾക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ പലപ്പോഴും ക്ലോഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തകരാറിലാവുകയും അത് അവൈലബിൾ ആവാതിരിക്കുകയും ചെയ്യുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആമസോണും ഗൂഗിളും ഒന്നും ക്ലോഡിൻ്റെ സപ്പോർട്ടിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. അവർ പറയുന്നത് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗവൺമെൻറ് ഭാവിയിൽ ഈ AI സെക്ടറിനെ മൊത്തം തകർക്കും എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഏകദേശം 24,000 ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ചൈനയുടെ ഡീപ് സീക്കും മിനിമാക്സും അതുപോലെ തന്നെ പല കമ്പനികളും ക്ലോഡിൻ്റെ പല ഡാറ്റയും ചോർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായിട്ടും കാണുന്നുണ്ട്. അതായത് ഇന്ന് AI ഫീൽഡിൽ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന അത്രയധികം സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും പ്രാധാന്യം കൊടുക്കുന്നൊരു കമ്പനിയാണ് ആന്ത്രോപ്പിക്. അവരുടെ ക്ലോഡ് എന്ന് പറയുന്ന ചാറ്റ് സിസ്റ്റം അത് ആക്ച്വലി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ബട്ട് ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവും പ്രാകൃതമായ യുദ്ധങ്ങളും വരുമ്പോൾ സാധാരണ മനുഷ്യർ മരിക്കുകയും അവരെ കൊല്ലുന്നതിൻ്റെ ആക്സലറേഷൻ കൂട്ടുന്ന രീതിയിലേക്ക് AI സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയും AIയുടെ സഹായത്തോടു കൂടി ഓട്ടോണമസ് ആയിട്ടുള്ള ഡ്രോണുകളും മറ്റ് യുദ്ധമുഖത്തേക്ക് വരുന്നത് മറ്റു മനുഷ്യരെ കൊല്ലാൻ ഇവർക്കെന്ത് അവകാശം, അല്ലെങ്കിൽ എന്തിനാണ് മനുഷ്യരെ കൊല്ലുന്നത്, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ തീരുമാനമില്ലാതെ AI എങ്ങനെയാണ് മനുഷ്യരെ കൊല്ലുന്നത് എന്നുള്ള മോറൽ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ആന്ത്രോപ്പിക്കിനെ കുറിച്ചും ക്ലോഡിനെ കുറിച്ചും ഈ AIയും ജിയോ പൊളിറ്റിക്കൽ വാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും AIയുടെ പ്രവർത്തനത്തിൻ്റെ ടെക്നിക്കൽ സൈഡും നമുക്കതെങ്ങനെ ലെവറേജ് ആക്കി മാറ്റാം എന്നുള്ളതിനെയും കുറിച്ച് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ബ്ലോഗ് പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ jrstudio.edu.com എന്ന് പറയുന്ന എൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് AIയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ കഴിയുമെങ്കിൽ ബിഗിനേഴ്സിനും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഉപയോഗപ്രദമാകുന്ന കോഴ്സുകൾ പ്ലാൻ ചെയ്യുന്ന എൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനകത്ത് കയറി നിങ്ങളുടെ AI നോളജ് എലിവേറ്റ് ചെയ്യാം. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ബൈ.